ഇന്നിപ്പോൾ അല്പസമയത്തൊക്കെ തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോഴാണ് ഒരു ഭരണഘടനാ സംവിധാനത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത്. അതൊരു ചരിത്രപരമായൊരു സമരം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. BJPയുടെ B ടീമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുന്നു, വോട്ട് BJPക്ക് വേണ്ടി മോഷ്ടിക്കുന്നു എന്നടക്കമുള്ള ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ സമരത്തിൻ്റെ രീതി എങ്ങനെയാണ്? നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രത്യേകിച്ചും ബീഹാറിലെ SIRമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രക്ഷോഭമാണ് നടക്കുന്നത്. ആ വിഷയം ഇന്ത്യൻ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യപ്പെടണം. കാരണം ഭൂരിപക്ഷം വരുന്ന ജനതയ്ക്കും വോട്ട് ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു സമീപനമാണ് അവിടെ സ്വീകരിച്ചത്. അപ്പോൾ അതിനെതിരായിക്കൊണ്ടാണ് പ്രതിപക്ഷം ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള പ്രക്ഷോഭം പാർലമെൻറ്റ് അകത്ത് നടന്നത്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വീണ്ടും ഈ വിഷയം പാർലമെൻറ്റ് ഉന്നയിക്കാനും അതിനുശേഷം ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്താനും വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സന്ദർഭമായിരുന്നു. അപ്പം നമ്മുടെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുന്നതെന്ന് പല ഉദാഹരണങ്ങളും പറയാൻ കഴിയും. നേരത്തെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അത് മണി പവറിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു, മസിൽ പവറിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അത് വലിയ രീതിയിലുള്ള മാനിപ്പുലേഷനിലേക്ക് പോകുന്ന സ്ഥിതിയാണ്. ഭൂരിപക്ഷത്തെയും ജനാധിപത്യ പ്രക്രിയയ്ക്ക് കൊണ്ടുവരുന്നതിന് പകരം ഭൂരിപക്ഷത്തെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് മാറ്റി എടുക്കുകയാണ്. അതുപോലെ കൃത്യമായിട്ട് വോട്ട് ചേർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ നടന്നു വരികയാണ്. തീർച്ചയായിട്ടും അതിനെ നമ്മുടെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ജനാധിപത്യ ധ്വംസനത്തിനെതിരായിക്കൊണ്ടുള്ള പൊരുതൽ നടത്തേണ്ട ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഗൗരവത്തിലാണ് പ്രതിപക്ഷം ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഇന്നും പാർലമെന്റ് തുടങ്ങുമ്പോൾ ആ വിഷയം ഉന്നയിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇന്നും ഉന്നയിക്കും. നമ്മളിപ്പോൾ ജന്മോഷനുള്ള നോട്ടീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ് സ്വഭാവം വെച്ചുകൊണ്ട് ഇതുവരെ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. ഇത്തവണയും ഈ ദിവസവും ചർച്ചയ്ക്ക് എടുക്കാൻ സാധ്യത കുറവാണ്. തീർച്ചയായിട്ടും അഡ്ജോൺമേഷൻ അവതരിപ്പിച്ച് അത് ചർച്ചയ്ക്ക് എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ പ്രതിഷേധവുമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിലേക്ക് പോകും.